ഈ ആറ് കണ്ട അപ്പനല്ല എന്ന് പറയുന്നത്. ആദ്യം തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജോബി ചേട്ടൻ ഈ ഒരു കഥ ഫസ്റ്റ് എൻ്റെ അടുത്ത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് എനിക്ക് ചെയ്യാൻ പറ്റുമോ. കാരണം എനിക്ക് എന്നെ തന്നെ എനിക്കൊരു സാധനം ഉണ്ടല്ലോ, അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത എക്സ്ട്രീം ഓപ്പോസിറ്റ് സ്വഭാവമുള്ള ഒരാള്. അപ്പൊ അല്ലല്ല അപ്പൊ അത് ജോബി ചേട്ടൻ അതെങ്ങനെ കണ്ടു എന്നുള്ളതാണ്. പിന്നെ തിയേറ്ററിൽ ആൾക്കാർക്ക് ഞങ്ങളോടൊരു ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് ജോബി ചേട്ടന്റെ മിടുക്ക് മാത്രമാണ് എന്നുള്ളതാണ്. അതില് അത് എനിക്ക് ഭയങ്കര ഒരു രസകരമാണ്. ഞാൻ ഇവരെ രണ്ടുപേരെയും ബിഗ് ബോസിലാണ് കാണുന്നത്. അപ്പൊ ഇങ്ങനെ രണ്ടുപേര് വേണം. അപ്പൊ ഞാനിങ്ങനെ പല പല ആളുകളെ നോക്കുന്നുണ്ട്, നമ്മുടെ സമീപത്തുള്ളവർ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഈ സാഗറിനൊക്കെ ആദ്യം കണ്ടപ്പോൾ ദേഷ്യം തോന്നി തുടങ്ങി സാഗറിനോട് എനിക്ക്. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കമ്പനി അടിച്ചു അവിടെ. അപ്പോൾ ഇവർ തമ്മിൽ സംസാരമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഉറപ്പിച്ചു, ഈ മച്ചന്മാരെ വിളിക്കാം, ഇവരെ അവിടെ നിന്ന് ഇറക്കണം. അതുകൊണ്ട് ഇവര് ഔട്ടാവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ പ്രാർത്ഥന പോലെ സാഗർ ആദ്യം ഔട്ടായി. സാഗർ ഔട്ടായി. ഇവൻ കാറി കയറിയത് വരെ എനിക്കറിയാം. അപ്പൊ ഞാൻ ആന്റണിയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പൊ കയറി ഇവിടെ എത്തി തിരിച്ചു വന്നിട്ട് ഇവൻ വരുമ്പോ മറ്റേ വെളുത്ത് മൂട്ടിയൊക്കെ വെച്ചിട്ട് മറ്റേ തുജേ ദേഖാ തോയെന്ന് പറഞ്ഞിട്ട് ആ ആംഗിളില് സിനിമയിൽ അഭിനയിക്കാൻ വിളിപ്പിച്ചേക്കല്ലേ സാധനം വരുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന ആളെന്താന്നുള്ളത് ഈ സിനിമ കണ്ട ആളാ. അങ്ങനെ സാഗർ വരുന്നു, കാര്യം പറയുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സാഗറിന് മനസ്സിലായത് ഉദ്ദേശിച്ച പോലെ ഷാറൂഖ് ഖാൻ അല്ല പരിപാടി, സംഭവം വേറൊരു സംഭവം എന്ന് പറഞ്ഞിട്ട് സാഗറിന്റെ എന്താ പറയുക, അവനൊക്കെ എടുത്തിട്ടുള്ള ഒരു എഫേർട്ട്, അതിന്റെ പ്രതിഫലമാണ് അവനിപ്പോൾ കിട്ടുന്നത്. ആ ജുനൈസ് കേട്ടോ, അത് ആദ്യമായിട്ട് ഒരു നമ്മൾ ജുനൈസ് ആക്ടിങ്ങിനെ കുറിച്ചിട്ട് അങ്ങനെ ഒരു അഭിനയിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത്ര സീരിയസ് ആയിട്ട് ഇത് എങ്ങനെയാണ് ഇവനല്ലാന്ന്. പക്ഷെ പുള്ളിയും ഇതുപോലെ തന്നെ ഈ എനിക്ക് അറിയാവുന്നൊരു പ്രോസസ്സാണ് ഞാൻ ഇവരെ പറയാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ഞാൻ അഭിനയിക്കുന്ന ഒരു പ്രോസസ്സിലൂടെ. അപ്പോൾ ഇവരുടെ അടുത്ത് അതുപോലെ ആക്കി ഇങ്ങനെ സംസാരിച്ച് ജുനൈസൊക്കെ എടുത്ത എഫേർട്ട് ഉണ്ട്. കാരണം പലപ്പോഴും ജുനൈസിന് ആദ്യമാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യവും കാര്യങ്ങളൊക്കെ. പക്ഷെ അവരുടെ ട്രെയിനിങ് എടുത്ത് പരിപാടി എടുത്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സീനാണ്. ജൂനൈസ് ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് വരവരുണ്ട് കേട്ടോ, നൈസായിട്ടൊരു സാധനം പറയുന്നുണ്ട്. അതുപോലെ സാഗർ ഡേവിഡ് എടുത്ത് നിന്നിട്ടാണ് നീ ആരടാ എൻ്റെ അപ്പനല്ല എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. അത് ആ സീനും എനിക്ക് ഇവർ രണ്ടുപേരെയും ഫേവറേറ്റ് സീനുകളാണ് രണ്ടുപേരും.